ഹലോ സർ, സർ ഓർഡർ ചെയ്ത ജ്യൂസ്. അയ്യോ, വാവ്, എനിക്ക് 2 ജ്യൂസ് കിട്ടി. അയ്യോ, അങ്ങോട്ട് പോവല്ലേ. നാശം, ഇതെങ്ങോട്ടായി പോയത്? ഇതൊക്കെ ഞാനിപ്പോ നിനക്കൊരു ഡെമോ കാണിച്ചു തരാം. നോക്ക്, വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് ഹോളിഡേ പാക്കേജ് കിട്ടിയത്. പ്ലീസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. മാഡം, മാഡം ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. രക്ഷപ്പെട്ടു. അയ്യോ, ഇതിൽ എന്റെ ഒരു തെറ്റുമില്ല. അത് കാറ്റുകൊണ്ട് വീണതാ, സത്യമായിട്ടും. ഓഹോ, ഈ പോപ്പറ്റിനെ ഞാൻ എന്താ ചെയ്യാ? നിനക്ക് കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരുന്നൂടെ പോപ്പട്ടെ? അയ്യോ എന്റെ അമ്മേ, സോറി. എന്റെ ഗ്ലാസ് മുഴുവനും പൊട്ടിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇക്കവിടെ നിന്നെയൊക്കെ ഞാനിന്ന് ഇനി ഈ പരിസരത്ത് അങ്ങനെ കണ്ടോണ്ടല്ലോ, ഒന്നിനെ വെറുതെ വിടില്ല. നോക്കിയേ, ഇപ്രാവശ്യം എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. വെറുതെ മേഡത്തിന്റെ മൂഡ് നമ്മളായിട്ട് കളയരുത്. ഓക്കേ ഓക്കേ. പന്നിക്കുഞ്ഞ്, അതെനിക്കും അറിയാം. നീ ഒന്ന് പുറകോട്ട് നോക്ക്. അങ്കിളെ, ആ ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്തേ പ്ലീസ്. സോറി, എനിക്ക് ബോളിനെ പാസ് ചെയ്യാൻ കഴിയില്ല. എന്താ അങ്കിളെ? അതിന് ഞാൻ ടീച്ചറല്ലല്ലോ, പിന്നെ എങ്ങനെയാ ഈ ബോളിനെ ഞാൻ പാസ്സാക്കുന്നത്? ഇപ്പൊ എക്സാം എഴുതാതെയും പാസ്സാവാണോ? അവർക്ക് ആ ബോൾ കൊടുക്കാനാ പറഞ്ഞത്. ഓ, അതായിരുന്നോ കാര്യം? ഇതാ പിടിച്ചോ. നീ എന്റെ മോനെ അടിക്കൂലടാ, ഇന്നത്തോടെ നിന്റെ കാര്യം പോക്കാ. അയ്യോ, ഓടിക്കോ. അയ്യോ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഗ്ലാസ് താഴെ വീഴും. രക്ഷപ്പെട്ടു. അയ്യോ, ദേ വീണ്ടും. എവിടെ പോയാ 4 എണ്ണവും? നമുക്കിവിടുന്ന് പോകാം. വെക്കേഷൻ ഈ കപ്പൽ യാത്ര എൻജോയ് ചെയ്യാമല്ലോ. നിങ്ങളുടെ നിൽപ്പ് കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അടികൈ. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. ആ പിഗ്മേന്ദ്രകുമാർ അത് പിന്നെ അയാൾക്ക് ഈ കളിയെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന്. പക്ഷെ നീ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് ഖന്ന സാറിനൊക്കെ കുട്ടിയും കോലും മാത്രമേ കളിക്കാൻ അറിയൂ എന്നല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും നോട്ടം കണ്ടിട്ട് ഞാനെന്തോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. ചിലപ്പോ പറഞ്ഞു കാണും. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ തെറ്റി പറ്റാറുണ്ടല്ലോ. കുട്ടിയും കോലും മാത്രമല്ല, സാർ എല്ലാ കളിയും നന്നായിട്ട് കളിക്കും. കടലിലൂടെ പോകുന്ന സ്രാവുകളെ കണ്ടാൽ എനിക്ക് തോന്നാറുണ്ട് ഭയം. നിങ്ങൾ എന്നെ കളിയാക്കിയതാണോ എന്നാണ് ഇപ്പോൾ എന്റെ സംശയം. അടിക്ക്, കൈയടിക്കുന്നേ. അതിങ്ങ് തരൂ, ഞാനും കൂടി ഒന്ന് കളിച്ചു നോക്കട്ടെ. ഇവിടെയും കുഴപ്പമുണ്ടാക്കി. ഇനിയിപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സംശയട്ടോ? ആഹാ, എന്താ അടിപൊളി മ്യൂസിക് പ്രോഗ്രാം. കുറച്ചു നേരം ഡാൻസ് കളിക്കാം. ഓടിക്കോ. നിങ്ങൾ വാ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോകാം. അയ്യോ, സൂക്ഷിച്ച്. ഐ എം സോറി. ഈ കളിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല. ഓടിക്കോ. എടാ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും.
നമ്മളിതാ ഇവിടെയല്ലേ, പിന്നെ അതെങ്ങനെയാ പൊട്ടിയത്? എടാ അത് ആരുടെയെങ്കിലും കൈ കൊണ്ട് അറിയാതെ പറ്റിയതാവും. നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമേ എപ്പോഴും പൊട്ടുള്ളൂ. എന്താ സംശയമുണ്ടോ? രാത്രിയായാൽ ആകാശത്ത് മൊത്തം നക്ഷത്രങ്ങൾ വന്ന് മിന്നിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ തെറ്റൊന്നും ചെയ്യാറില്ല, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടികൈ. എന്തായാലും നടക്കേണ്ട നടന്നു. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റൊന്നും ഉണ്ടാവും നോക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് കൊച്ചളിയ. അയ്യോ, എന്റെ കാലെവിടെയോ കുടുങ്ങി, ഊരിപ്പോരുന്നില്ല. പല്ലുകൊണ്ട് കടിച്ചു മുറിക്കാം. ഇപ്പൊ അഴിഞ്ഞു. അയ്യോ പോട്ടെ, അവിടെ നിക്ക്. അയ്യോ രക്ഷിക്കണേ. രക്ഷിക്കണേ. അയ്യോ രക്ഷിക്കണേ. അയ്യോ ദേ കന്നാ സാർ വെള്ളത്തിൽ വീണു. കന്നാ സാറേ, എടാ കന്നാ സാർ കുടിക്കുന്ന തോന്നുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഉടൻ തന്നെ രക്ഷിക്കണം. ദേ അവിടെ ഒരു ബോട്ടുണ്ട്, നമുക്ക് അതിൽ പോകാം. ബോട്ടിനെ എങ്ങനെയാണ് താഴേക്ക് കൊണ്ടുപോകുന്നത്? എന്റെ ചിറകുകൊണ്ട് ഞാൻ കട്ട് ചെയ്യും. സംശയമുണ്ടോ? രക്ഷിക്കണേ. രക്ഷിക്കണേ. ദേ കന്നാ സാറിനെ കിട്ടി. അവിടെ ഉണ്ട് കന്നാ സാറേ, ഞങ്ങൾ എത്തി. കന്നാ സാറേ വേഗം വന്നതിൽ കേറ്. ആ കയ്യിന്ന് തരൂ. അയ്യോ നമ്മുടെ കപ്പല് പോയി. ഇവിടെ ഇപ്പൊ 5 വശത്തും വെള്ളം മാത്രമേ ഉള്ളല്ലോ. 5 അല്ലടാ 4 വശമാ. അത് പിന്നെ കന്നാസാറിനെ കിട്ടാതായപ്പോ ഇതാ കണ്ണി കൂടിയും വെള്ളം വന്നു. അപ്പൊ പിന്നെ 5 വശമായില്ലേ? അയ്യോ ദേ നേരം വെളുത്തല്ലോ, എനിക്ക് വീട്ടിൽ പോണം. അല്ല അതെന്താ അത്? അങ്ങോട്ട് പോകാം, എന്തെങ്കിലും സഹായം കിട്ടിയേക്കും. സ്റ്റോപ്പ് സ്റ്റോപ്പ്. മുകളിലോട്ട് കയറി പോ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ നിർത്താതെ പോയത്? ഇവിടെ സ്പീഡോ ബൈയുടെ ടാക്സ് ഉണ്ടെന്ന് അറിയില്ലേ? അല്ല സ്പീഡോ ബൈ ആരാ? എടോ, അപ്പൊ നിനക്ക് സ്പീഡോ ബായ് ആരെന്ന് അറിയില്ലേ? വളരെ അപകടകാരിയും ധൈര്യശാലിയുമാണ് സ്പീഡോ ബായ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. പുലിയുടെ വായി കൈയിട്ട് പല്ല് പറിച്ചെടുക്കുമെന്നേ. പുലിയുടെ ആണോ? അല്ലെന്നേ, സ്വന്തം പല്ല് തന്നെ. ദാ ഇതുപോലെ സ്വന്തം പല്ല് ദാ ഇതുപോലെ പറിച്ചെടുക്കും. അയ്യോ, ദേ നമ്മുടെ സ്പീഡോ ബായ് വരുന്നുണ്ട്. ദേ സ്പീഡോ ബായ് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുക. അങ്ങോട്ടേക്ക് വരികയാണ്. എന്റെ അമ്മോ, അയാൾ ഇവിടെ എത്താൻ എന്തുമാത്രം സമയമെടുക്കും? എനിക്ക് ഭയങ്കര സ്പീഡാ. അവസാനം ഞങ്ങളുടെ ഭായ് ദേ എത്തി. ഭായ് ഇവരുടെ പുതിയതാണ്. താൻ പറഞ്ഞത് ബായി ഇതാ എത്തിപ്പോയി എന്നല്ലേ? പക്ഷെ ബായി ഇപ്പോഴാണല്ലോ ഇവിടെ എത്തിയത്. ആ മാത്രമല്ല പേരും കൂടെ ഒന്ന് മാറ്റേണ്ടി വരും. സ്ലോലി ഭായ്. സ്പീഡോ ബൈ അങ്ങനെയാ എല്ലാവരും വിളിക്കുന്നത്. ബായി പറയുന്ന ലൈൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് പറയുന്നേ. ബായിക്ക് കുറെ സമയം എടുക്കും. സ്പീഡോ ബൈ എന്ന് കേട്ടാൽ ഈ കടല് തന്നെ പേടിച്ച് വിറയ്ക്കും. സാറേ, ആക്ച്വലി ഞങ്ങൾ ഈ കടലിൽ ഒറ്റപ്പെട്ട് പോയതാ. ഞങ്ങൾക്ക് പുറത്തേക്ക് പോണം. അത് പിന്നെ പുറത്തേക്ക് പോകുവാനായിട്ട് വഴിയുണ്ട്. ഞങ്ങളിതാ ഇവരോട് ചോദിച്ചോളാം. ബായ് ടെൻഷൻ അടിക്കണ്ട, പറയൂ നീയാ. വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. പക്ഷേ അതിന് നല്ല വില തരേണ്ടി വരും. എന്ത് വില? വൈകാതെ അതെന്താണെന്ന് മനസ്സിലാവും.
ഡാൻസ് പാട്ടുകൾ കഴിഞ്ഞു, ഇനി വഴി പറഞ്ഞു താ. വളരെ വർഷങ്ങളായി ഈ സ്ഥലത്ത് ഞണ്ട് ചേട്ടാ, ബാക്കിയുള്ളത് ചേട്ടൻ പറയുന്നേ, ഞങ്ങൾക്ക് വേഗം പോകേണ്ടതാ. കുറേയേറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടെ ആളനക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. വരൂ, ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടുപോയി വിടാം. എന്താ നിങ്ങൾ കൊണ്ടുപോയി വിടാമോ? അയ്യോ, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നാ മാത്രം മതി, ഞങ്ങൾ പൊയ്ക്കോളാം. ഭായി വിശ്രമിച്ചോളൂ, ഇത്രയും നേരം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങൾക്ക് വഴി മാത്രം പറഞ്ഞു തന്നാ മതി പ്ലീസ്. എവിടെ, റൈറ്റോ ലെഫ്റ്റോ? അതെ, അതിന്റെ അർത്ഥം ബായിക്ക് വഴി അറിയില്ലെന്നാ. ഞണ്ട് ചേട്ടാ, അങ്ങേര് പറഞ്ഞതിന്റെ ബാക്കി ചേട്ടൻ പറയേ. നിങ്ങൾ സ്പീഡോയെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഈ സ്പീഡോ നിങ്ങളിൽ അതീവ സന്തുഷ്ടനാണ്. ഇടയ്ക്കൊക്കെ ഈ വഴി വരണം, പൊയ്ക്കോളൂ. ഇവരെ തൊട്ടടുത്ത് മുയലുകൾ താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള സഹായം ലഭിക്കുന്നതാണ്. ഇവര് ശരിയായ ദിശയിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകുന്നത്? നമ്മളിതാ എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങള് പോവുകയാണ്. ബൈ. അനിയ, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ ബൈ. ഇതിപ്പോ ചുറ്റുമെല്ലാം കൊടുങ്കാടാണല്ലോ. വരൂ, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അഥവാ ആരെയെങ്കിലും കണ്ടാലോ? ദേ അങ്ങോട്ട് നോക്കിയേ, അവിടെ ആരോ ഉണ്ട്. എന്റെ അളിയ, നമ്മുടെ ജീവിതത്തിന്റെ തലവര തന്നെ മാറിയിരിക്കും. അപ്പോഴാണ് നീ ഇങ്ങനെ വരച്ചളിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നവരല്ലേ? നീ പറഞ്ഞത് ശരിയാളിയാ. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ആ പഴയ കാലം തിരിച്ചു കിട്ടിയേക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഹലോ, അയ്യോ ദേ പൂച്ച, ഓടിക്കോ. ഓടിക്കോളിയാ. അല്ല, ഇവരെന്തിനാ നമ്മളെ കണ്ടിട്ട് പേടിച്ചോടുന്നത്? അയ്യോ. ഓയ്, ഓയ്, ആ, ആ. അല്ല, ഇവരിത് എവിടെ പോയി? ആ, ദേ അവിടെയുണ്ട്. ഓടിക്കോ. ഒന്ന് നിൽക്ക്, നിങ്ങളിത് എവിടേക്കാ പോകുന്നേ? അയ്യോ ദേ പൂച്ച വരുന്നേ, ഓടിക്കോ. അവിടെ നിൽക്കൂ പ്ലീസ്. ഞങ്ങളൊന്നും ചെയ്യില്ല. ഓടിക്കോ. ഇവിടെ ഇത്രയും മുയലുകളോ? എല്ലാരും അവരവരുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പൊട്ടി വേഗം രക്ഷപ്പെട്ടോ, ഓടിക്കോ. അല്ല, ഇതെന്താ ഇവരെ നമ്മളെ കണ്ടപ്പോ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? പിന്നെ ഓടിക്കോ. നോക്കൂ, ഞങ്ങൾ പ്രശ്നക്കാരൊന്നും അല്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടതാ. ഞങ്ങൾക്ക് പുറത്തു പോകാൻ നിങ്ങളുടെ സഹായം വേണം. മുയലുകളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ. അതെ, ഞാൻ ഒരിക്കലൊരു മുയലിന് ഡയമണ്ട് തിന്നാനും കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് പിന്നെ ക്യാരറ്റ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ആ ഡയമണ്ട് ആണെങ്കിൽ 24 ക്യാരറ്റ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഹലോ കൂട്ടുകാരെ. ഹലോ സർ. എന്റെ കവിതകൾ കേട്ടുകഴിഞ്ഞാൽ കൈയടിക്കും എന്റെ ഫ്രണ്ട്സ്. ഐ ലവ് ഓൾ റാബിറ്റ്സ്. അടികൈ. വരൂ, അവർ നമ്മുടെ കൂട്ടുകാരായി. അല്ല, ഇവരെന്താ വീണ്ടും വീണ്ടും പുറകോട്ട് തന്നെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ രണ്ടുപേരെയും ഇവർക്ക് പേടിയെന്നാണ്. കണ്ടില്ലേ കൊച്ചളിയ, നമ്മളോട് എല്ലാവർക്കും ഭയങ്കര ബഹുമാനം. നമ്മുടെ രാജാവ് ദാ എഴുന്നള്ളുന്നു. ഇതിപ്പോ ആരാണ്? പ്രണാമം രാജാവേ. പ്രണാമം രാജാവേ. പ്രണാമം രാജാവേ. നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? എല്ലാം തന്നെ നശിപ്പിച്ചു നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു. നശിപ്പിച്ചു. എന്റെ ഉറക്കം വരെ കളഞ്ഞില്ലേ? ഇനി എന്താണ് വേണ്ടത്?
അതൊരു സ്വർണം പൂശിയ കിരീടമായിരുന്നു. ഇക്കാര്യം നിനക്കറിയാം, നമുക്കറിയാം, ഇവർക്കും അറിയാലോ. വേണ്ട വേണ്ട, മുന്നോട്ട് വരരുത്. താങ്കൾ ഞങ്ങളോടാണോ പറഞ്ഞത് അങ്കിൾ? ഇവർ എന്നെ അങ്കിളെന്ന് വിളിച്ച് പേടിപ്പിക്കുക. രാജാവ, നമ്മെ പേടിപ്പിക്കണ്ട. പേടിപ്പിച്ച എന്ത് വാറാണെങ്കിൽ ചെരുപ്പിന്റെ വാറാണ്. അതായത് യുദ്ധം ചെയ്യും. ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. വേണ്ട വേണ്ട, മുന്നോട്ട് വരരുത്. ഞങ്ങൾ പുറകിലോട്ട് പോകും. നോക്ക്, വാൾ ഊരിയെടുത്താ നോം നിങ്ങളെ എന്ത് നിഷെന്ന് ആദ്യം മനുഷ്യന്റെ മനസ്സിലാകുന്ന രീതിക്കൊന്ന് പറയേ. നിഷ്കരണം കൊന്നുകളയും, നിഷ്കരണം കൊന്നുകളയും. എന്നാ പിന്നെ ഊരുന്നേ, എന്തിനാ ചുമ്മാ പേടിപ്പിക്കുന്നേ? ഊരാ പറ്റണില്ല. കുറെ വർഷങ്ങളായിട്ട് ജാമായിരിക്കും. അയ്യേ, ഇയാളെ കണ്ട നമ്മുടെ വീട്ടിലെ പല്ലി പോലും പേടിക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇയാളെ കണ്ടിങ്ങനെ പേടിക്കുന്നേ? കാരണം ഇവരുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരുപാട് നഷ്ടം വരുത്തി. നമ്മുടെ നാ കുളുക്കൊന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാ ഈ ടഫ് വേർഡ്സ് ഒക്കെ പറയുന്നത് വെറുതെ? ഞാൻ തന്നെ പറയാം. ഞങ്ങളുടെ രാജ്യപ്രതാപത്തിന് മങ്ങലേൽപ്പിച്ചു. രാജാവിന്റെ കിരീടവും അടിച്ചോണ്ട് പോയി. കിരീടമില്ലാത്ത രാജാവെന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്, പാലില്ലാത്ത പശു പോലെയാണ്, കൈയില്ലാത്ത ബൈ പറയും പോലെയാണ്. ഞങ്ങൾക്കല്ലാത്ത ഒരു ഈച്ചയ്ക്ക് പോലും നിങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം പറയാം. ഓപ്പൺ പറയുന്നത് സത്യം തന്നെയാ. സാർ, താങ്കൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഇല്ല, ഒരു എന്റെ ചങ്ങാതി, നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോ 1/2 മണിക്കൂറെടുക്കും പറഞ്ഞു തീരാൻ. ഞാൻ പറഞ്ഞോളാം. ഇല്ലില്ല, ഒരു തെറ്റിദ്ധാരണ ഇല്ല. ഞങ്ങളുടെ രാജാവും ക്ഷത്രിയ കുലത്തിൽപ്പെട്ട മഹായോദ്ധാവാണ്, വലിയ വീരനുമാണ്. അയ്യോ, ഇവർ വീണ്ടും മുമ്പോട്ട് വരിക. കൂടുതൽ പേടിച്ചാൽ നാം കരഞ്ഞു കളയും. പിന്നെ എന്റെ കരച്ചിൽ നിർത്താൻ ആരെങ്കിലും എന്നെ എടുക്കണം. പക്ഷെ പറഞ്ഞ കാര്യം പൂർത്തിയാക്കുന്നേ. ശരി, ആ പൂച്ചകളോട് അവിടെ നിൽക്കാൻ പറ. എന്നിട്ട് നിങ്ങൾ 3 വരുമ്പോ ഓഹോ, അപ്പൊ അതാണ് കാര്യം. പക്ഷെ ഇവരെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരല്ല ഇവര്. ഇവർ കൂട്ടുകാരാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. എങ്കിൽ ശരി, അവരെ അകത്തേക്ക് വിളിക്കൂ. അകത്തേക്ക് വരൂ കൂട്ടുകാരെ. പക്ഷെ കാര്യം എന്താണ്? ഞങ്ങളോട് ഒന്ന് പറയുന്നേ. സത്യത്തിൽ ദുഷ്ടന്മാരായ ഏതോ പൂച്ചകൾ ഇവരെയും ഇവരുടെ അന്തേവാസികളെയും പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ദുഷ്ടന്മാർ ഇവിടുത്തെ രാജാവിന്റെ സ്വർണത്തിലായ കിരീടവും കൈക്കലാക്കി വച്ചിരിക്കുകയാണ്. കൂടാതെ ഇവർ കരുതുന്നത് നിങ്ങൾ അവരുടെ ആൾക്കാരെന്നാണ്. പക്ഷെ ഇപ്പോൾ എല്ലാം ശരിയായി. എന്റെ അഭിപ്രായം ഇവരെ നമ്മൾ സഹായിക്കണമെന്നാണ്. പിന്നീട് ഇവര് നമ്മളെ സഹായിക്കും. അപ്പൊ നമുക്ക് പുറത്തു കിടക്കാം. അത് തീർച്ചയായും. എത്ര നല്ലവരാണിവർ. ഇവരിലൊരാളെ നമുക്ക് നമ്മുടെ ബോട്ടിലാക്കി കൊണ്ടുപോയാലോ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. തമാശ എന്താന്നറിയില്ലേ? ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. രാജാവിന്റെ ആ കിരീടം ഞങ്ങൾ വീണ്ടെടുത്തു തരും. അതെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പകരമായി ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചാൽ മതി. നമുക്ക് ഈ നിബന്ധന സ്വീകാര്യം. എന്നാ ശരി, ഒരു കാര്യം ചെയ്. ഈ ഉടവാൾ നിങ്ങളുടെ കൂടെ കൊണ്ട് പൊക്കോളൂ. ഇത് നിങ്ങളെ സംരക്ഷിക്കും. ഉടവാള് മാത്രോ? രാജാവ് വരുന്നില്ലേ? ഇല്ല, എന്റെ വയറിന് നല്ല സുഖമില്ല. എന്നാ മരുന്ന് ഇനി വരാലോ. എനിക്ക് ഒരു ഡെലിവറി വരാനുണ്ട്. അതിന് എന്റെ സൈൻ വേണം. ഇതാ ഡെലിവറി, സൈൻ ചെയ്. ഇനി വരാലോ. അല്ല, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഞാൻ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി വ്രതമനുഷ്ഠിക്കാറുണ്ട്. നോക്ക്, ഇപ്പൊ വ്രതം കുളമായില്ലേ? ഇനി വാ. നിന്റെ സേവനം അതിന് കടക്കുന്നു. ഒരു രാജ്യസ്നേഹി എന്ന പരിഗണന മാനിച്ച് നാം വരുന്നു. നമ്മുടെ വീര്യം ആ പൂച്ചകൾക്ക് കാണിച്ചു കൊടുക്കണം. അത് നമ്മളെക്കാളും കൂടുതൽ അവർക്കുണ്ട്. കൊണ്ടുവരൂ നമ്മുടെ ക്ഷത്രിയ ഉടവാൾ. അതിനത് ഉറയില് ജാമായിരിക്കല്ലേ? അപ്പൊ യുദ്ധത്തിന് ഇത് വെച്ച് എന്താ ചെയ്യാ? ശത്രുക്കളുടെ വയറ്റിൽ ഇക്കിളിയിടോ? എന്റെ അഭിപ്രായത്തില് അവര് നിങ്ങളുടെ കിരീടം കൊണ്ടുവന്നതിന് പകരം
ആ ഉടവാള് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. നമുക്ക് വേഗം പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാനുള്ള വേറെ കാരണം പറയും. നിങ്ങൾ പുറപ്പെട്ടോളൂ. എന്റെ കണ്ണടയും എടുത്തോണ്ട് ഞാൻ ദാ വരാം. കണ്ണടയല്ലേ വേണ്ടത്? പിടിച്ചോ കൂട്ടുകാരെ, വാ നമുക്ക് വേഗം പുറപ്പെടാം. ഈ ഗുഹ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആ? അടിപൊളി. ഇത് കൊള്ളാലോ. ഇവിടെ വളരെ മനോഹരമാണ്. മനോഹരമൊക്കെയാണ്, പക്ഷെ ഇതാ അങ്ങോട്ട് നോക്കിയേ, അവരെ മനോഹരത്തെ ഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരെ അവർ അടിമകളാക്കി മാറ്റി, കുറച്ചു പേരെ തടവിലും ആക്കിയിട്ടുണ്ട്. ഇവിടെ വരൂ. എന്റെ കൈ നന്നായിട്ടൊന്ന് തിരുമൂ. ഇതാ അങ്ങേക്കായുള്ള ചൂട് പാല്. ഓ, അതവിടെ വെച്ചേക്ക്. ആഹാ, എല്ലാത്തിനും തറ പറ്റിച്ചു. അല്ല കൂട്ടുകാരെ, ഒരു സംശയം. ഈ ഒരു അപകടാവസ്ഥയിൽ പോലും ഈ മുയലുകളുടെ പല്ലെന്താണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്? മുയലുകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. അവരുടെ പല്ലുകൾ പുറത്തായിരിക്കും. ലോകത്താകെ പല്ല് പുറത്ത് കാണിക്കുന്ന രണ്ട് ജീവികളെ ഉള്ളൂ. അതാരൊക്കെയാ? അതിലൊന്നീ മുയലുകളാണ്. അപ്പൊ പിന്നെ രണ്ടാമത്തേതോ? രണ്ടാമത്തേതല്ലേ? രണ്ടാമത്തേത് ഈ മുയലിന്റെ അച്ഛൻ. ഓ, എന്ത് ദുരന്തമാടാ നീ. ചിരിപ്പിക്കാൻ വന്നേക്കുന്നു മരമാക്കി. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ചിരിപ്പിക്കാനൊന്നുമല്ല. ഞാനിവിടുത്തെ സേനാപതിയാണ്. വെറുതെ ആളവടിയാക്കിയാലുണ്ടല്ലോ. അല്ല പിന്നെ അതിന് കാര്യം പറഞ്ഞാ പോരെ? എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ആ ദേഷ്യം ഒന്ന് തുപ്പിക്കള. എല്ലാ ദേഷ്യം അങ്ങ് പോട്ടടവേ. എന്നാ പിന്നെ തുപ്പിക്കളഞ്ഞു. അങ്ങോട്ട് തുപ്പടവേ, എന്റെ മുഖത്തേക്കല്ല. കണ്ടില്ലേ, ഇവനാണ് എന്റെ പ്രജകളെ. തേജോ വധം തേജോവധം ചെയ്യുകയാണെന്ന്. പിന്നെ ആ മുമ്പിൽ കാണുന്നതാണ് ദാ ഇവന്റെ, അല്ലല്ല, ഞങ്ങളുടെ രാജാവിന്റെ സ്വർണ്ണ കിരീടം. ഏത് മൃഗമായാലും നമ്മൾ അതിനെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കണം. ഇവമാരെ ഒതുക്കാൻ നമുക്ക് ഏതായാലും ഒരു സൂത്രം കണ്ടുപിടിക്കണം. അടികൈ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവരെ പോലെ വേഷം മാറി അവരുടെ കൂടെ ചേരാം. എന്നിട്ട് നമ്മൾ നാടകം കളിക്കുന്നവരാണെന്ന് പറയാം. അവസരം കിട്ടുമ്പോ നമുക്ക് ആ കിരീടവും കൈക്കലാക്കാം. അപ്പോ കാര്യങ്ങളെല്ലാം ഏറ്റല്ലോ അല്ലേ? എന്താ ശരി, ഞാൻ പോട്ടെ. നമുക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി. എന്നാ മരുന്ന്? അഥവാ ഈ ഉടവാ ജാം അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ എന്താ എന്റെ തലക്കെന്താ? പറയേ എന്താ എന്റെ തലക്കെന്ന് പറയേ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ തലയിൽ തടവി ചൊറിഞ്ഞ് തരുമായിരുന്നു. വരൂ, നമുക്ക് വേഷം മാറാം. നമ്മുടെ കയ്യിൽ നാടകം കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. എന്തായാലും പേടിക്കുന്ന പോലെ അഭിനയിക്കല്ലേ, അപ്പൊ അഭിനയിക്കാനുള്ള സാധനങ്ങളും കാണും. വരൂ കൂട്ടരെ, നമുക്ക് വേഗം റെഡിയാവാം. ഞങ്ങൾ വന്നു ആക്രമണം നടത്താനായിട്ട്. നിങ്ങൾ ആരാ? എവിടെ പോകുന്നു? നാടകം കളിക്കുന്നവരാ, കിരീടം എടുക്കാൻ വന്നതാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ നാടക കമ്പനിയിൽ നിന്നാണ്. കൂടാതെ മഹാരാജാവിന് ഞങ്ങളുടെ നാടകം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകും. സംശയമുണ്ടോ? അല്ല, നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ, സംശയമുണ്ട്. വേഗം വരെ പരിശോധിക്കേ. പ്രഭു, ഒന്നും കിട്ടിയില്ല. വിട്ടേക്ക്. സർദാർ പ്രഭു വിജയിക്കട്ടെ. അല്ല, ഇതിപ്പോ ആരൊക്കെയാണ്? ഇനി വല്ല ചാരന്മാർ വല്ലതും ആണാവോ? അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ.
അല്ല, ഞങ്ങള് നാടകം കളിക്കുന്നവരാണ്. അത് ശരി. അപ്പൊ നാടക കമ്പനിയാണല്ലേ? ഞാൻ വിചാരിച്ചു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന്. ആദ്യം 2 പേരെ ചേർക്കണം, പിന്നെ 4 പേരെ ചേർക്കണം, പിന്നെ 4 5 5 കഴിഞ്ഞാൽ പിന്നെ എണ്ണാൻ എനിക്കറിയില്ല. നല്ല ബോർ തമാശ. നിങ്ങളും എന്തെങ്കിലുമൊക്കെ തമാശ പറ. ഒരിടത്തൊരിടത്തൊരു വലിയ ആന ഉണ്ടായിരുന്നു. അല്ലല്ല, ആന വേണ്ട, വേറെ ഏതെങ്കിലും പറ. ഒരിടത്തൊരിടത്ത് വലിയ ഉറുമ്പുണ്ടായിരുന്നു. ഏയ് വേണ്ട, ഉറുമ്പിന്റെ ഒന്നും വേണ്ട, വേറെ ഏതെങ്കിലും പറ. എന്നാ പിന്നെ ശരി, ഒരിടത്തൊന്നും ഇല്ലെന്നാക്കാം. അത് കൊള്ളാം. കണ്ടോ, ചിരിയും വന്നു. എന്തായാലും നിങ്ങളുടെ ഈ മീശ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തിനാണ് ഈ മീശയിൽ പിടിക്കണത്? അത് പിന്നെ ഇപ്പൊ വെച്ചതല്ലേ ഉള്ളൂ, അത് അതുകൊണ്ട്. പിന്നെ ഇപ്പോ ക്രീം പുരട്ടിയതേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ചൊറിച്ചിലുണ്ട്. ഓ, അതാണ് കാര്യം. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി തുടങ്ങിക്കോ. എങ്കിലും ഇത് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ കാട്ടിലെ ഏറ്റവും നല്ല ഡാൻസറായ രൂപാ ദേവി. എടാ, ഹണി, ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് ആ മുയലുകളെ വേഗം രക്ഷിക്കണം. ഇവിടെയാണെങ്കിൽ ദേവാസുര സിനിമ പോലെ ഒരു നീലകണ്ഠനും ഇല്ല. ഉണ്ടെങ്കിൽ ചിലക്ക് മുഖത്തെറിഞ്ഞിട്ട് പോരാമായിരുന്നു. ഇവന്മാര് മൊത്തം പൂച്ചകളല്ലേ? സംശയമുണ്ടോ? അഥവാ എന്റെ കൂടവാൾ ജാമല്ലായിരുന്നെങ്കിൽ ഈ ദുഷ്ടപൂച്ചകളെ ഒരു പാഠം പഠിപ്പിച്ചേനെ. എന്നിട്ട് എന്റെ പ്രജകളെ ഞാൻ മോചിപ്പിച്ചേനെ. ഈ ഉടവാള് സത്യത്തിൽ ജാമാണോ, അതോ ഇതുപോലുള്ള അവസരങ്ങളിൽ നാട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുവാണോ? അല്ല, ഡാൻസ് എന്താ നിർത്തിയ രൂപാദേവി? കളിക്കുന്നേ, നന്നായി ഡാൻസ് കളിക്ക്. ദിം തിരികിട് ദിം തിരികിട്. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ഡാൻസ് കളിക്കാം. ഹണി, സൂക്ഷിച്ച് സൂക്ഷിച്ച്. യുവന്മാര് മുയലുകളുടെ കാര്യം കഷ്ടത്തിലാക്കി. നീ യുവന്മാരെ കാര്യം നോക്കിയോ, ഞാൻ ആ മുയലുകളെ രക്ഷിക്കാം. ഞാൻ നോക്കിക്കോളാം, പക്ഷെ ഇമവെട്ടത് നോക്കാൻ പറ്റില്ല. അവസാനം കണ്ണീന്ന് വെള്ളം വരും. എടാ, അങ്ങനെ നോക്കാനല്ല, ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞേ. അവരിപ്പോ പാതി മയക്കത്തിലാണെന്നാ തോന്നുന്നേ. അയ്യോ, പൂച്ച! മിണ്ടാതിരിക്കെ, ബഹളം വയ്ക്കാതെ അടങ്ങിയിരിക്കെ. മര്യാദയ്ക്കൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. നമ്മൾ രക്ഷപ്പെട്ടു കൊച്ചളിയാ. ഇവരുടെ വയറ് കണ്ടിട്ട് ജിമ്മിലൊന്നും പോവാറില്ലെന്നാ എനിക്ക് തോന്നുന്നത്. സിക്സ് പാക്കിന് പകരം ഫാമിലി പാക്കാ. മിണ്ടാതെ മുന്നോട്ട് നടക്കാൻ നോക്ക്. അവരിപ്പോ ഉറങ്ങി. ഇനി ഇവര് പേടിച്ച് ഒച്ച വെക്കാനൊന്നും പോടില്ല. ദേ നോക്ക്, ദേ നോക്ക്, ഞങ്ങളെ അയച്ച നിങ്ങളുടെ രാജാവാണ്. നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ. ശബ്ദമുണ്ടാക്കരുന്ന് പറഞ്ഞില്ലേ? ഇവിടെ ആരും ഇല്ലല്ലോ. മിണ്ടാതെ അവിടെ ഇരുന്നോ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. വലിയളിയാ, ഇത് കണ്ടോ? ഇവന്റെ കയ്യിൽ ജയിലിന്റെ താക്കോലുണ്ട്. എന്റെ അമ്മേ, ഇപ്പൊ പെട്ടേനെ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ഹണി, ഞാൻ കുടുങ്ങി. എന്തെങ്കിലും ചെയ്യ്. ഓക്കേ.
അതെ ആശാനെ, എന്റെ അനിയന് ശ്വാസം മുട്ടുന്നുണ്ട്. നിങ്ങൾ അവനെ വിട്ടേക്ക് പ്ലീസ്. നിനക്കെന്താ വട്ടുണ്ടോ? നീ അവനെന്തിനാ ഉണർത്തുന്നേ? വേറെ എന്തെങ്കിലും വഴി ആലോചിക്ക്. സോറി കൊച്ചളിയ, ഇനിയിപ്പോ എന്റെ കയ്യിൽ ഒരൈഡിയ മാത്രമേ ബാക്കിയുള്ളൂ. എടാ, അവര് പറയുന്നത് ഇവന്റെ മൂക്കിൽ ഇക്കിളിയിടാനാണ്. ഹണി, എന്നെ ഒന്ന് സഹായിക്കൂ. ദേ താക്കോല് കിട്ടി. അത് ശരി, അപ്പൊ നിങ്ങളായിരുന്നു എന്നെ ശല്യപ്പെടുത്തിയത്. നീ ഇവനെ നോക്കൂ, ഞാൻ പോയി മുയലുകളെ രക്ഷിക്കാം. ഓക്കേ, പക്ഷെ ഞാൻ ഈ തടിയനെ എങ്ങനെ നോക്കാനാ കൊച്ചളിയ? എന്നോട് കളിക്കണ്ട, ഞാൻ അല്പം മോശ. ഞാൻ കരാട്ടയും പഠിച്ചിട്ടുണ്ട്. എന്റെ അമ്മേ, പാർട്ടി പിളർന്നെന്നാ തോന്നുന്നേ. എനിക്ക് സലാഡ് ഉണ്ടാക്കാൻ അറിയാം. ദേ നോക്കിക്കേ. എന്റെ പവർ എന്താണെന്ന് ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ കണ്ടോ, ഞാൻ ഈ ഇഷ്ടിക എങ്ങനെയാ പൊട്ടിക്കുന്നെന്ന് നോക്കിക്കോ. കൊറേ വർഷമായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തോണ്ട് കൊറേയൊക്കെ ഞാനങ്ങ് മറന്നുപോയി. നോക്കിയ ഈ ബോഡി ജിമ്മായിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് വേണ്ടതേ മനഃശക്തിയാണ്. കൊറേ നേരമായി കാണിച്ചു തരണ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിനും പിന്നെ ശരീരത്തിനും രണ്ടിനും ശക്തി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, പക്ഷെ ചേട്ടാ ഒന്ന് പതുക്കെ പിടിക്ക്. എന്റെ മനഃശക്തി ചോർന്നു പോകുന്നു. കൊച്ചളിയ, ഒന്ന് വേഗം ആവട്ടളിയ. ഇതിൽ ഒരുപാട് താക്കോലുണ്ട് ഹണി, ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പിടിക്ക്, ഇനി കുറച്ചേരം ഈ പാവ വെച്ച് കളിച്ചോ. അവൻ ഒരു പാവയും. അയ്യോ, എന്നെ വിടണേ കൊച്ചളിയ, എന്നെ രക്ഷിക്കേ. പൂട്ട് തുറന്നു. ഇനി നിങ്ങൾ സ്വതന്ത്രരാണ്. ഞങ്ങളെ രക്ഷിച്ചതിന് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. എടാ പൊണ്ണത്തടിയാ, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ രാജാവിന്റെ കൂടെ കിരീടവുമായി എത്തിക്കോളാം. രാജാവേ, ഹണിയും ബണിയും നിങ്ങളുടെ ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തി. ഇനി ആ കിരീടം കണ്ടെത്തണം. നീ പറഞ്ഞത് ശരിയാണോ? അതെ രാജാവേ, അതാ നോക്ക്, നിങ്ങളുടെ ആൾക്കാരെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിനർത്ഥം കാര്യങ്ങളെല്ലാം നടന്നു. ഇനി ഞാൻ പൊക്കോട്ടെ. എന്റെ ഒരു മുത്തശ്ശി കൊട്ടാരത്തിലേക്ക് വരുന്നു. മുത്തശ്ശിയുടെ ട്രെയിൻ ക്യാൻസലായി. മര്യാദക്ക് ഊതാൻ നോക്ക്. കൊള്ളാം രൂപാദേവി, കൊള്ളാം. ഇവരുടെ ഡാൻസ് മനോഹരമായിട്ടുണ്ട്. പക്ഷെ മേളക്കാര് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. മതി, ഇനി നിർത്തിക്കോ നിങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ. ബാക്കി കലാവരുടെയൊക്കെ ഇനി ഭക്ഷണത്തിന് ശേഷാവട്ടെ. സേനാധിപതി, എനിക്കിനിയും ഡാൻസ് കാണണം.
എന്നാ നിങ്ങൾ യൂട്യൂബിൽ പോയി കാണ്. എല്ലാരും വാ. ഡാൻസ് കളിക്കാൻ ശക്തി കിട്ടണമെങ്കിൽ അകത്തോട്ടെല്ലാം ചെല്ലണം. അത് പറഞ്ഞാ പോരെ, എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ദേഷ്യം അങ്ങ് തുപ്പിക്കളയുന്നേ. അതങ്ങനെ വെച്ചോണ്ടിരിക്കരുത് എന്റെ ചക്കരേ, പഞ്ചാരേ, മോനെ. എങ്കിൽ പിന്നെ ഡാൻസ് ഞാൻ യൂട്യൂബിൽ കണ്ടോളാം. അല്ലെങ്കിൽ പിന്നെ വേറെ എപ്പോഴെങ്കിലും കാണാം അല്ലേ? വേഗം ഭക്ഷണത്തിനുള്ള ഏർപ്പാടിയേ. ഭക്ഷണം ഭക്ഷണം ഭക്ഷണം, വേഗാവട്ടെ വേഗാവട്ടെ വേഗാവട്ടെ. നോക്കൂ, ഇവരിപ്പോ ഭക്ഷണം കഴിക്കും. ആ സമയം നോക്കി നമുക്ക് കിരീടം കൈക്കലാക്കണം. ഡാൻസ് കളിക്കാം ഇന്ന് രാത്രി മുഴുവൻ ഡാൻസ് കളിക്കാം. പാർട്ടി ഓൺലൈൻ. എല്ലാം തീർന്നിടാ പോപ്പട്ടെ. ഒരു മുறை வந்து பார்த்தாயா തോം 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 എൻ മനം നീ അറിந்தாയോ. കളിക്കൂ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കൂ എന്റെ ഒപ്പം. എന്റെ പോപ്പട്ടെ ഒന്ന് നിർത്ത്. മതി നീ ഡാൻസ് കളിച്ചത്. എല്ലാം തീർന്നു. കൊട്ടും പാട്ടും ഒക്കെ തീർന്നു പോയി നന്നായി. ഇല്ലെങ്കിൽ ഞാനും അങ്ങനെ അങ്ങ് തീർന്നു പോയേനെ. സംശയമുണ്ടോ? അതാ എന്തായാലും തീർന്നല്ലോ. എന്താ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. എന്താ മര്യാദ നിന്നോണം. നിനക്ക് ഒരു ബഹുമാനം ഇല്ല. നാം രാജാവാണ്. നമ്മോട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കേ. മുയലുകളുടെ മഹാരാജാവാണ് നാം. എന്താ മുയലുകളുടെ രാജാവാ? മുയലുകളുടെ രാജാവോ? പദ്ധതി പൊളിഞ്ഞു. എവിടെ വെച്ചാ പൊളിഞ്ഞത്? അല്ലത് ആരാ പൊളിച്ചത്? എന്റെ പൊന്നു ഹണി, ആരും ഒന്നും ഇവിടെ പൊളിച്ചിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കാതാവുമ്പോഴാണ് പൊളിഞ്ഞു എന്ന് പറയുന്നത്. മഹാരാജാവ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിച്ചാലും സൈനികരെ. പിന്നെ ഇവർക്ക് നാം നൽകേണ്ടത് നല്ല ഒന്നാം തരം ഇടിക്കഷായമാണ്. നമ്മുടെ അതിഥികളാണിവർ. സൽക്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാകരുത്. വന്നാലും മല്ലന്മാരെ. ഇനി ഇവിടെ നിന്നാ നമ്മുടെ കഥ കഴിയും. അതെ, നമുക്ക് വേഗം രക്ഷപ്പെടാം. പിടിച്ചു കെട്ടുവന്മാരെ. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിച്ചു കാണിക്ക്. വേഗം പോ. അവന്മാർ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്. നിൽക്കവിടെ. എന്റെ അമ്മേ, നോക്കണ്ട, ഓടിക്കോ. അടി സൂക്ഷിച്ച്. അയ്യോ, ദേ പിന്നെ വരുന്നു. അറ്റാക്ക്. ദാ പിടിച്ചോ. വേഗം ഓടിക്കോ, അല്ലെങ്കിൽ നമ്മൾ അവന്മാര് പിടിക്കും. അയ്യോ, നമുക്കിനി ഓടാൻ വയ്യ. അയ്യോ, ഇനി കൂടുതൽ ഓടാൻ പറ്റില്ല. നാലുപാടും വളയേ. രാജാവിനെയൊക്കെ പിടിച്ചു കെട്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രാജാവ് നിൽക്കൂ. രാജാവ് വീണു. എല്ലാവരെയും വേഗം പിടിക്ക. അങ്ങനെ എല്ലാവരെയും പിടിച്ചു കെട്ടി. ഇനി കുറച്ചു നേരം നമുക്ക് വിശ്രമിക്കാം. എന്തിനാ കൊച്ചല്ലേ എങ്ങനെ നടന്ന് മൂളുന്നേ? ഞാൻ പിന്നെ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞോ? എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. എടാ, നഖം കൊണ്ട് കയറ് മുറിക്കാനാ പറഞ്ഞേ. പക്ഷെ എനിക്ക് നഖമില്ലല്ലോ. ഐ എം എ ക്ലീൻ ക്യാറ്റ്. ഞാൻ നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കി വെക്കും. നീ ക്ലീൻ ക്യാറ്റ് അല്ലടാ, കഴുതയാ കഴുത. താങ്കളുടെ നാടകത്തിന്റെ സാധനങ്ങൾ എവിടെ? അവിടെയുണ്ട്. ഹണി, നീ വേഗം വേഷം മാറാൻ നോക്ക്, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ തിരിച്ചറിയും. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയി കിരീടവുമായി വരാം.
അതെ സൈനികരെ, നിങ്ങളുടെ സത്താർ പ്രഭു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പോയിട്ട് എന്താണെന്ന് ചോദിക്കുക. ഞങ്ങള് നോക്കിക്കോളാം ഇവിടം. നിങ്ങളെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെ അതും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ? ദേ അവിടെ കാണുന്നില്ലേ? അങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ കണ്ടോ? ദേ, ഇപ്പൊ അങ്ങോട്ട് കണ്ടോളൂ. അങ്ങനെ കിരീടം കിട്ടി. അവസാനം കിട്ടി നമ്മുടെ സ്വർണ്ണ കിരീടം. നമ്മുടെ കിരീടം തിരിച്ചു കിട്ടി. നമ്മുടെ കിരീടം തിരിച്ചു കിട്ടി. ഇവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? പിടിക്കവരെ. വലിയ രാജാവ് വീണ്ടും പണി പറ്റിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ എന്റെ കൂട്ടുകാരെ വിളിക്കാം. ദാ കണ്ടില്ലേ, വന്ന് നമ്മുടെ കൂട്ടുകാര്. അവര് പറഞ്ഞിരുന്നു നമ്മളെ സഹായിക്കാന്ന്. സ്പീഡമായി വന്നിട്ട് നമ്മുടെ സ്പീഡമായി വന്നിട്ട് എന്റെ പൊന്നു, ഇവനിവിടെ എത്തുമ്പോഴേക്കും ഭൂമി പിളർന്ന പുതിയൊരു ഭൂമി ജന്മം കൊണ്ടിട്ടുണ്ടാവും. ഇൻസൾട്ട് ചെയ്യുന്നു. എപ്പോ നിനക്ക് ഞാൻ കാണിച്ചു തരാം നാം ആരാണെന്ന്. എന്ത് ചെയ്താലും ശരി, എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, എടുത്തടിയന്മാര് നിന്നൊക്കെ തീറ്റിപ്പൊട്ടുന്ന വെറുതെ അവന്മാരെ പിടിക്കണ വേഗം പോയി. സത്യമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എന്റെ അനിയ ഒന്ന് നിർത്ത, അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയി പോവും. അല്ലെങ്കിൽ ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞതാ, വളരെയധികം ധീരന്മാരും സത്യസന്ധരുമാണ് ഇവരെന്ന്. ഇയാള് പറയുന്നൊന്നും വിശ്വസിച്ചേക്കല്ലേട്ടാ. നിങ്ങളെ കളിയാക്കുമായിരുന്നു. നിങ്ങളടിച്ച് ചമ്മന്തിയാക്കുമെന്നൊക്കെ വീരോധം മുടക്കിയത്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദാ നോക്കൂ മഹാരാജൻ, താങ്കളും യോദ്ധാവാണ്, ഞങ്ങളും യോദ്ധാക്കളാണ്. എങ്കിൽ പിന്നെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഞങ്ങളോട് ക്ഷമിക്കണം മഹാരാജൻ. പൂച്ചകളുടെ രാജാവായിട്ട് ഇങ്ങനെ മാപ്പിക്കുന്നതാണോ ഒന്നിലടത് എനിക്ക്. വേഗം ചെന്ന് കാലി വീഴാൻ നോക്കുന്നത്. എങ്കിലേ മഹാരാജാവ് ക്ഷമിക്കൂ. ഇനി അങ്ങയുടെ പ്രജകളിൽ ഒരാളായിട്ട് ഞങ്ങളും കഴിഞ്ഞോളാം. അങ്ങയുടെ കാട്ടിൽ അങ്ങ് തന്നെ കേട്ടോ രാജാവ്. ഇവിടെ വെച്ച് തന്നെ അങ്ങയുടെ കിരീടധാരണം നടത്താം. എന്തേ രാജാവേ, ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ പാലിച്ചു. അങ്ങേക്ക് പ്രജകളെയും കിരീടവും തിരിച്ചു കിട്ടി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെത്താൻ സഹായിക്കേണ്ടത് അങ്ങാണ്. തീർച്ചയായും നമ്മുടെ കൊട്ടാരം ഷിപ്പ് തയ്യാറാക്കൂ. താങ്കളുടെ കിരീടവും ഉടവാളും പോലെ തന്നെയാണോ ഇവിടത്തെ ഷിപ്പിന്റെ അവസ്ഥയും? അത് ഉപയോഗിക്കാത്ത ജാമായതാണോ? ഞങ്ങൾക്കൊരു നോർമൽ ഷിപ്പ് മതി. ഞങ്ങൾ അതിൽ കയറി പൊയ്ക്കോളാം. ആയിക്കോട്ടെ, എങ്കിൽ നിങ്ങൾക്കൊരു നോർമൽ ഷിപ്പ് തരാം. ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ സഹായിച്ചതിന് നിങ്ങളോട് ഞാൻ ചെല്ലു സേനാപതി. ഇവരെ യാത്രയാക്കിയിട്ടു വരൂ. വീഡിയോ നെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാവും പുതിയ ട്രെൻഡ്. കണ്ടില്ല കൂട്ടുകാരെ, ഇതിനെയാണ് പറയുന്നത് ഹാപ്പി എൻഡ്.